എടാ നിങ്ങൾ ഇതുവരെ ഒരുങ്ങിയില്ലേ? ഹണി വരാൻ സമയായി. എന്തുവാടാ ഇത്? എന്ത് ഇതെന്താണ് ഈ ഗ്ലാസ് വെച്ചേക്കണെന്താണ്? അയ്യേ എടാ, സ്വിമ്മിംഗ് പൂളിന്റെ ഉദ്ഘാടനം അല്ലേ? ഹണി റോസ് എങ്ങാനും കാല് തെറ്റി വെള്ളത്തിൽ വീണ രക്ഷിക്കണ്ടേ? ഇടമണ്ട, അതിന് നിനക്ക് നീന്തലറിയില്ലോ. ഞാൻ മുങ്ങിച്ചത്തിട്ടായാലും ശരി, എന്റെ ഹണി റോസിനെ ഞാൻ രക്ഷിക്കും. പോയി ചാവ്. വേഗം ഇറങ്ങാൻ നോക്ക്. എന്റെ പേട്ട സമയായി. റെഡി അല്ലേ? റെഡി. എന്റെ ഇവിടെ ചാവ ഇവിടെ. എന്റെ ഇല്ല, നിന്റെ ഇല്ലേ? എന്റെ ഇല്ല. തപ്പി സമയം കളയണ്ട. എന്റെയിലുണ്ട് ചാവി. വാ പോവാം. നീ ഇതെങ്ങോട്ടാ? ഞങ്ങൾ ഹണി റോസിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോവാ. ഞാനും ഹണി റോസിന് പ്രൊട്ടക്ഷൻ കൊടുക്കാനാ പോകുന്നത്. എന്തേ? അതെ, ഹണി റോസ് വരുന്നിടത്ത് നിങ്ങളെ ഒറ്റയ്ക്ക് വിട്ടാ ശരിയാവില്ല. ഈടെയായിട്ട് നിങ്ങൾക്ക് ഇച്ചിരി ഇളക്കം കൂടുതൽ. അതൊന്നും ശരിയാവില്ല. നീ വരാൻ നിൽക്കണ്ട. ഹണി റോസ് മാത്രമല്ല, പോകുന്ന വഴിക്ക് എനിക്ക് ആന്റി ടീച്ചറെ ഒന്ന് കാണാണ്ട്. അല്ലേടാ? അതെ അതെ, ഞങ്ങക്ക് ആന്റി ടീച്ചറെ കാണാണ്ട്. ഹണിയെയും എനിക്കും ആനി ടീച്ചറിനെ ഒന്ന് കാണണം. ആനി ടീച്ചറിനെ കണ്ടിട്ട് ഒരുപാട് നാളായി. വാ, സമയം കളയാൻ നിൽക്കണ്ട. എനിക്ക് ഹണിയായിട്ട് സെൽഫി എടുക്കാനുള്ള. ഇതിന് നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ തള്ളിയിട്ട് കൊന്നു കളയാന്നേ. നമുക്ക് വേണ്ടി ചക്കര ജയിലിൽ പോകും. ഡോക്ടർ, ആന്റപ്പനും ടീമും. ടീച്ചർ എന്താ വിളിച്ച? അതെ മോനെ, നമ്മുടെ ഡോക്ടർ വിനീത് ഇവിടെ ഒരു ഫ്രീ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു പൊതുജനങ്ങൾക്കായിട്ട്. നീ ഇത് പരമാവധി ആൾക്കാരിൽ എത്തിക്കണേ ഈ വാർത്ത. പിന്നെന്താ, നല്ലതല്ലേ? ആർക്കെങ്കിലും ഒക്കെ ഇത് പ്രയോജനപ്പെട്ടു പോട്ടെന്ന്. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണേ. രോഗികളില്ലാത്തൊരു ലോകം, അതാണ് എന്റെ സ്വപ്നം. മാക്സിമം ആൾക്കാർക്ക് കൊടുക്കും. ഓ ചക്കര, രോഗികളില്ലെങ്കിലേ പിന്നെന്തിനാ ഡോക്ടർമാര്? രോഗികളില്ലെങ്കിൽ പിന്നെ എന്തിനാ ഡോക്ടർമാര്? വെരി ഫണ്ണി. അല്ല, നിങ്ങളെല്ലാവരും കൂടെ രാവിലെ ഇത് എങ്ങോട്ടാ? ഒരു ഉദ്ഘാടനം ഉണ്ട്, അങ്ങോട്ട് ഇറങ്ങിയതാ. ഓ, ഉദ്ഘാടനം ചെയ്യുന്ന ആരെന്നറിയോ? ഇല്ല. ഹണി റോസാ. അമ്പോ ഹണി റോസോ? സെലിബ്രിറ്റി വർഷിപ്പ് സിൻഡ്രോം, അതാണ് ഈ രോഗം. മനസ്സിലായോ? എനിക്കറിഞ്ഞൂടാ. എന്ത് കണ്ടിട്ട് ഈ ആൾക്കാർ മുഴുവൻ നടീനടന്മാരുടെ പുറകെ വായും പൊളിച്ച് നടക്കുന്നത്? പ്യുവർ മാനസിക ഭ്രാന്തി. അയ്യോ, ഇത് മോഹൻലാൽ. മോഹൻലാലോ? എവിടെ എവിടെ അവിടെ. എവിടെ 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 എന്റെ കംപ്ലീറ്റ് ആക്ടർ? എന്താ മോനെ? പട്ടി. ഇതാണ് നിങ്ങളുടെ മോഹൻലാല് ചേച്ചി സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളല്ലേ? സിനിമയിലോ? ഞാനോ? നോ 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 നോ, സാധ്യത. ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? എവിടെ വെച്ച്? ലാലേട്ടനല്ലേ മോനെ? ലാലേട്ടനല്ല, അവരെ വിടരുത്. എന്റെ ഹോസ്പിറ്റലിലെ റെപ്യൂട്ടേഷനാ. സൈഡ് സീറ്റ് എനിക്ക് വേണം. എന്റെ അമ്മൂമ്മയുടെ സൈഡ് സീറ്റ്. വെച്ച് പിടിക്കണം. ആ തെണ്ടി പോകുന്ന പോക്കണ്ടില്ലേ? എവിടെ? വേഗം 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 പോടാ. ചക്കര വെച്ച് പിടിക്കണം. നിർത്തുന്നില്ലല്ലോ. അലോഷേ, ആ തടിയനോട് നിർത്താൻ പറ. കത്തിച്ചു വിടറോ. പ്രാർത്ഥിക്കാനേ പറ്റൂല്ലേ? വണ്ടി കത്തിപ്പോ. അവന്റെ വിക്കിപ്പ് പറഞ്ഞു, അതെടുക്കാൻ അവൻ ഇറങ്ങും. അപ്പൊ നമുക്ക് അവരെ പിടിക്കാം. നീ എന്താടാ കാണിക്കുന്നത്? ഇത് കാറല്ലേ, ഓട്ടോ ഒന്നല്ലല്ലോ. ചവിട്ടി വിടറാ. ഹണി റോസ് പോയി കാണുമെന്തോ. ഇതിന്റെ ബോഡി മാത്രം ബെൻസ്, എഞ്ചിൻ ഇപ്പോഴും മെറ്റഡോറാ. അത് ഓർമ്മ വേണം. ഞാൻ അന്നേ പറഞ്ഞതാ ഈ പാട്ട വണ്ടി മാറ്റാൻ. ഓട്ടോ വണ്ടി ഇടാ, ചവിട്ടി ഞാൻ പുറത്തിടാ. ഉമ്മരുടെ പോക്ക് വേണ്ടടാ. പോവാടാ. ആദ്യപ്പെട്ട പോലെ തന്നെ ഈ വണ്ടി. ബോഡി മാത്രമേ ഉള്ളൂ നല്ലതായിട്ട്, എഞ്ചിൻ വെറും പാഴാ. അത് ശരിയാ. നിന്റെ അന്ത്യോടെ ഇത്. ചക്കര അവനെ ഇടിച്ച് തെറിപ്പിക്കടാ. വണ്ടി സ്ക്രാച്ച് ആവും. പട്ടികള്. എടാ ചക്കര, നമ്മുടെ ഹണി റോസ് പോവോടാ. പോണേ പോട്ടെ, എനിക്കെന്താ, ഞാൻ സിഗ്മയില്ല. ഞങ്ങള് പേര് കേട്ട ഗുണ്ടകളാണ്. ഒരു മാലയിലെണ്ണ വിട്ടതെണ്ണ. ഇത് വിറ്റിട്ട് എനിക്ക് ചാരിറ്റി ഉള്ള. ഞാനൊരു പാവ സോഷ്യൽ വർക്കറാണ്. വളയല്ലടാ, മാല. അയ്യോ മോളെ, കലങ്ങി. വണ്ടി സ്റ്റാർട്ട് ആവണല്ലോ. ആ തെണ്ടി റോങ് സൈഡ് കൂടെ വന്ന.
റോങ് സൈഡ് ആയിരുന്നോ? ആ. ആഹാ, ചോദിച്ചിട്ട് തന്നെ കാര്യം. നിങ്ങൾ ഇവിടെ ഇരുന്നോ? ഇന്ന് അവന്റെ മരണ. എന്റെ മാല കിട്ടില്ല. കൊച്ചിനിവിടെ എന്തെങ്കിലും പറ്റിയാന്നല്ല. അയ്യോ, എന്റെ പെൻസിൽ. മാലയുടെ നോക്കണം. ശ്ശോ, ഒരഞ്ഞ് സ്ക്രാച്ച് ആയി. ഇറങ്ങി വേടാ വെണ്ണേ. എവിടെ നോക്കിയാണ് നീ വണ്ടി ഓടിക്കുന്നത്? പേടിച്ചകത്തിരിക്കാതെ വേണം. ബുർജ് ഖലീഫയുടെ അത്രയും പൊക്കമുണ്ടല്ലോ തനിക്ക്. മുഖത്ത് കണ്ണില്ലേ? എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്? ഞാൻ ആരാണെന്ന് തനിക്ക് മനസ്സിലായില്ലേ? താൻ ആരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആരാണെന്ന് എനിക്കറിയാം. ഓ അലോഷ്, കുറ്റിക്കാട്ടിൽ ഓ അലോഷ്. അത് ശരി. എന്നാ താൻ പോയി കുറ്റിക്കാട്ടി കിടക്ക്. എന്തേ? റോങ് സൈഡ് കയറുമെന്നും പോരെ, ഞങ്ങളുടെ മെക്കിടെ കയറുന്നോളാം. റോങ് സൈഡ് കയറി വരുന്നത് എന്റെ ഒരു ഹോബിയാ മണി. ആ, ഞാൻ ആള് കുറച്ച് റോങ്ങുമാണ്. ഓ നീ അലോഷിനെ അടിക്കൂലടാ. നിനക്ക് ഞങ്ങൾ അറിഞ്ഞോളൂ. ഞങ്ങൾ ഒരെണ്ണം കൂടി കൊടുക്കാൻ പെട്ട മുടി തെറ്റി വളർത്താൻ നീയാണോ ബാബു ആന്റണി? ഒന്നും നോക്കണ്ട, അടിച്ച് തല പൊളിക്കാൻ പെട്ട ഈ മുടിയന്റെ. എന്താടാ? ഇതാണ് എന്റെ പെട്ട വെട്ടുകാട് ബെൽസൻ. വത്സനോ? ഏത് വത്സൻ? നീ മോളുടെ കൂടെ കാർ പോയിരുന്നേ. ഈ വത്സനെ നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? വിളിക്കാൻ പെട്ട വത്സേട്ടാ. ഓ ബെൽസേട്ടൻ. ഭാഗ്യം ജീവനുണ്ട്, കാറ്റ് പോയിട്ടില്ല. ആലപ്പട്ട ഒന്നും നോക്കണ്ട, ആശുപത്രി കൊണ്ടുവാ. ഒന്നും ബാക്കി വെക്കുന്ന ശീലം ആലോചിച്ചില്ലടാ അവന്റെ ഒരു കരാട്ട. എങ്ങനെയുണ്ടാ എന്റെ പേട്ട? ഞാൻ പൊളിച്ചില്ലേ?